വല്ലം ചൂണ്ടിയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്ക് അനുമതി രേഖകളില്ലെന്ന് ആരോപണം. കമ്പനിക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ രംഗത്ത്. ജൂലൈ 16-ന് പഞ്ചായത്ത് ധർണ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. നിലവിൽ സർവേ നമ്പർ മാറ്റിയാണ് കമ്പനിയുടെ പ്രവർത്തനമെന്ന് സമരസമിതി പറയുന്നു. വല്ലം ചൂണ്ടയിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്ക് അനുമതി രേഖകളില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ സമരത്തിനൊരുങ്ങുന്നു. ബിൽഡിംഗ് പെർമിറ്റ്, പഞ്ചായത്ത് ലൈസൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് തുടങ്ങിയ രേഖകൾ ഒന്നുമില്ലാതെയാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. വല്ലം ചൂണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശീർവാദ് പ്ലൈവുഡ് എന്ന് പറയുന്ന ഒരു പ്ലൈവുഡ് കമ്പനി, ആ കമ്പനി നിലവിൽ യാതൊരുവിധ അധികാരപത്രവുമില്ലാതെ പഞ്ചായത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് അവിടുത്തെ ജനകീയ സമിതി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനം നിർത്തലാക്കാൻ പഞ്ചായത്തും പഞ്ചായത്തിന്റെ ഭാരവാഹികളും പഞ്ചായത്തിന്റെ അധികാരികളും തയ്യാറാകുന്നില്ല എന്നുള്ളതിനെ തുടർന്നാണ് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനകീയ സമിതി എന്നുള്ള നിലയിൽ പഞ്ചായത്ത് സെക്രട്ടറിയെയും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെയും എല്ലാം കണ്ട് ലൈസൻസ് ഇല്ലാതെ ഇപ്രകാരം ഒരു കമ്പനി പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടതാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഫയർ ലൈസൻസ് പോലും ഇല്ലാതെ അനധികൃതമായ കെട്ടിടങ്ങൾ പണിത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോവുക. ആ ഒരു സാഹചര്യത്തിലാണ് ഇനി പ്രത്യക്ഷ സമരമാണ് ജനകീയ സമിതിയുടെ മുന്നിലുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നു. നിങ്ങളെല്ലാം ഇതിനു മുന്നും പല സ്ഥലങ്ങളിലും ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മനുഷ്യർക്ക് ജീവിതവാസ യോഗ്യമല്ലാതാകുന്ന സാഹചര്യങ്ങൾ ജനങ്ങൾ സംഘടിച്ച് സമരം ചെയ്ത സമരങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു പ്രത്യേകത ലൈസൻസ് ഇല്ലാതെ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനിയെ നിർത്തലാക്കാൻ ബാധ്യതപ്പെട്ടവരാരാ? പഞ്ചായത്താണ്. ആ പഞ്ചായത്തും പഞ്ചായത്തിന്റെ അധികാരികളും ഈ മുതലാളിയുടെ സ്വാധീനത്തിന് വഴങ്ങി അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് സംഘടിച്ച് പ്രതിഷേധിച്ച് അവരുടെ അവകാശത്തെ, അവരുടെ സ്വൈര്യ ജീവിതത്തെ സംരക്ഷിക്കുക എന്ന നിലപാടോടു കൂടിയാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. വരുന്ന 16-ാം തീയതി രാവിലെ 10 മണിക്ക് ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിക്കൊണ്ട് പ്രത്യക്ഷ സമരം ആരംഭിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആശീർവാദ് പ്ലൈവുഡ്സ് എന്ന ഈ സ്ഥാപനത്തിന് പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. കമ്പനി സീൽ ചെയ്യുകയും ഉണ്ടായി. എന്നിട്ടും നിയമം കാറ്റിൽ പറത്തി സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. ഭരണസമിതിയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സത്വര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനിക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. യാതൊരു അനുമതി ഇല്ലാതെ തന്നെയാണ് ഈ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സർവേ നമ്പർ വരെ മാറിയാണ് അത് കിടക്കുന്നത്. അതായത് മറ്റൊരു സർവേ നമ്പറിൽ ഒരു കെട്ടിടത്തിന്റെ പേരും പറഞ്ഞാണ് വേറൊരു സ്ഥലത്തൊരു കെട്ടിടം പണിത് ആണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ പല സ്ഥലത്തും പരാതിപ്പെട്ടു, സ്റ്റോപ്പ് മെമ്മോ കിട്ടി. ഇതെല്ലാം കഴിയുമ്പോൾ അവസാനം ചില ഉദ്യോഗസ്ഥന്മാരും ഭരണത്തിലിരിക്കുന്ന ചിലരുടെയൊക്കെ ഒത്താശയോടുകൂടി ഇതെല്ലാം മൂടിക്കെട്ടിക്കൊണ്ടാണ് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് വളരെ മോശകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇതുള്ളത്. കാരണം ഇതുപോലുള്ള വളരെ ഗൗരവമേറിയ പരാതികൾ വരുമ്പോൾ ആ പരാതികൾക്ക് പരിഹാരം കാണേണ്ടവർ അതിനെതിരെ മുഖം തിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണത്. കാരണം അവസാനം ഒരു സ്റ്റോപ്പ് മെമ്മോ എന്ന കമ്പനി നിർത്തേണ്ട ഒരു ഘട്ടം വരും എന്നൊരു അവസരത്തിപ്പോൾ 1 മാസം ലീവ് എടുത്ത് സെക്രട്ടറി വരെ ഓഫീസിൽ നിന്നും പോയ സാഹചര്യമാണ് ഇന്നുള്ളത്. നമുക്കറിയാം ഇതുപോലെ പല കാര്യങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഭരണത്തിൽ നിന്ന് പുറത്തുള്ളവരായി ഇവിടെ പുറത്തുനിന്ന് ഭരിക്കാൻ പാകത്തിന് പുതിയ സെക്രട്ടറിയെ തപ്പി തിരുവനന്തപുരത്ത് കൂടെ നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് അവിടെ ഉണ്ട്. ഇതിനെതിരെയെല്ലാം നമ്മൾ ശക്തമായ ഒരു സമര പരിപാടിയെ മുന്നിട്ട് ഇതുപോലുള്ള അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിനെതിരെ ശക്തമായ ഒരു സമരം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന 16-ാം തീയതി രാവിലെ പഞ്ചായത്തിന് മുമ്പിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്
ജൂലൈ 16-ന് പഞ്ചായത്ത് ധർണ നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. നിലവിൽ സർവേ നമ്പർ മാറ്റിയാണ് കമ്പനിയുടെ പ്രവർത്തനമെന്ന് നേതാക്കൾ ആരോപിച്ചു. 40 സെന്റ് പാടം നികത്തിയാണ് കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത്. പഴയ കെട്ടിടത്തിന്റെ നമ്പറിലാണ് പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം. ഏകദേശം 200 തൊഴിലാളികൾ പണിയെടുക്കുന്ന കമ്പനിയുടെ ലൈസൻസ് സ്ഥാപന ഉടമയുടെ ഭാര്യയുടെ പേരിലാണ് എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ സമരസമിതി നേതാക്കൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് രമേശ് ചന്ദ്, കൺവീനർ വി റഹീം, വൈസ് ചെയർമാൻ ഉമ്മർ ചന്ദാര, സിദ്ദിഖ് പുളിയാമ്പള്ളി, PB മുഹമ്മദ് അലി, CA അലി, ഷാനവാസ്, UB തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. GST നിലവിൽ വന്ന പിന്നെ ഇന്ത്യ കണ്ടതിലെ ഏറ്റവും വലിയ റെയ്ഡും കേരളം കണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ GST തട്ടിപ്പ്, ഇയാളെ പിടിച്ചത്. അപ്പോൾ ഇത് പരിസരത്തുള്ള കുറച്ച് ജോലിയില്ലാത്ത യുവാക്കളെ പെടുത്തിയിട്ട് അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡൊക്കെ ദുരുപയോഗം ചെയ്ത് ഇപ്പോൾ അവരുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഫൈനായിട്ട്. അപ്പോൾ ഇത് ചോദ്യം ചെയ്തതിനാണ് ഇപ്പോൾ അവിടെയുള്ള യൂണിയൻ അല്ലെങ്കിൽ തൊഴിലാളികളെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ ഈ കമ്പനിക്ക് ഒരു പേപ്പറും ഇല്ല. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.